വംശീയ കലാപത്തിനും അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെല്ലാം ഒടുവിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയ മണിപ്പൂർ സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യ സർക്കാർ ഭരണത്തിലേക്ക് എത്തുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപങ്ങളിലൊന്നായിരുന്നു മണിപ്പൂരിൽ നടമാടിയത്. കലാപത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ തുടരുന്ന മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കാലങ്ങളായി കടുത്ത ശത്രുതയിലും കലാപത്തിലും തുടരുന്ന മെയ്തൈ, കുക്കി വിഭാഗങ്ങൾക്കും നാഗന്മാർക്കും ഭരണത്തിൽ തുല്യ പ്രാധാന്യം നൽകുന്ന വിധത്തിലുള്ള സർക്കാർ രൂപീകരണമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ദില്ലിയിൽ ചേർന്ന BJP MLA-മാരുടെ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനമനുസരിച്ച് മണിപ്പൂരിലെ BJP നേതാവും മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മെയ്തൈ വിഭാഗക്കാരനുമായ യുമാൻ ഖേംചന്ദ് സിംഗിനെ മുഖ്യമന്ത്രിയായും കുക്കി വംശജയായ മുൻ മന്ത്രിയും വനിതാ നേതാവുമായ നെംച കിംഖൻ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും. സായുധ ഗ്രൂപ്പായ കുക്കി നാഷണൽ ഫ്രണ്ടിന്റെ ചെയർമാൻ താങ്ബോയി കിംഖന്റെ ഭാര്യയാണ് നെംച. കലാപത്തെ തുടർന്ന് മണിപ്പൂരിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അടിയന്തരാവസ്ഥകൾക്ക് പരിഹാരമായിട്ടാണ് അവിടെ രാഷ്ട്രപതി ഭരണം വന്നത്. ബിരേൻ സിംഗ് ഭരണത്തിലെ പിടിപ്പുകേടുകളും നിഷ്പക്ഷമായി നിൽക്കേണ്ടതിന് പകരം മെയ്തൈ ആക്രമണകാരികൾക്ക് ഒത്താശ ചെയ്തുവെന്ന ആരോപണം ഉയരുകയും ചെയ്തതിനാലും കുക്കി വിഭാഗത്തിന് കടുത്ത എതിർപ്പ് ഉള്ള ആളായി മാറിയ ബിരേൻ സിംഗ് തുടരുന്നതിലെ അപാകത മനസ്സിലാക്കിയ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിൻ്റെ രാജി വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 9 ബിരേൻ സ്ഥാനഭ്രഷ്ടനായതിനു ശേഷം നിയമസഭ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഈ മാസം 12 വരെയാണ് രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധിയെങ്കിലും മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ബിരേൻ സിംഗിനെയോ അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം ഉള്ളവരെയോ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് BJP-യിൽ ഉറച്ച് നിൽക്കുന്ന 7 കുക്കി MLA-മാർ സ്വീകരിച്ചത്. അത് പാർട്ടിയിൽ ബിരേൻ സിംഗിന്റെ എതിർചേരിയിൽ നിന്നിരുന്ന ഖേംചന്ദിന് സ്വീകാര്യതയായി മാറുകയായിരുന്നു. കലാപം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് രൂക്ഷമായ ഭാഷയിലായിരുന്നു ഖേംചന്ദ് ബിരേനെ വിമർശിച്ചിരുന്നത്. തൈക്കോണ്ടോ ചാമ്പ്യനായ ഖേംചന്ദ് 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ്. ദില്ലിയിലെ നിർണായക യോഗത്തെ തുടർന്ന് മണിപ്പൂർ ഭവനിൽ NDA നിയമസഭാ അംഗങ്ങളുടെ യോഗം നടക്കുകയും അവിടെ BJP MLA-മാരും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ 6 MLA-മാരും നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ 5 MLA-മാരും 3 സ്വതന്ത്ര MLA-മാരും ചേർന്നാണ് NDA നിയമസഭാ കക്ഷി നേതാവായി വൈ ഖേംചന്ദ് സിംഗിനെയും ഉപനേതാവായി കിംഖനെയും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. ഒരു നാഗ MLA കൂടി ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനുള്ള നിർദ്ദേശവും യോഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അംഗങ്ങളെല്ലാം ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ NDA-യുടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ചർച്ചകളൊക്കെ ദില്ലിയിൽ അരങ്ങേറുന്നതിനിടയിൽ കുക്കീസോ കമ്മ്യൂണിറ്റി സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് അവരുടെ ഡിമാൻഡ് ആവർത്തിച്ചിട്ടുമുണ്ട്. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച കാങ്പോക്കി ജില്ലയിലെ ഫൈജാങ്ങിൽ നടന്ന അനുസ്മരണ ദിനത്തിലാണ് കലാപം തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രത്യേക ഭരണകൂടത്തിനായുള്ള ആവശ്യം ശക്തമായി അവർ ഉന്നയിച്ചത്. ഏതായാലും BJP-യിൽ നിന്നുള്ള 7 പേർ ഉൾപ്പെടെ 10 കുക്കി MLA-മാർ ഒരുമിച്ച് ഒരു ജനകീയ സർക്കാർ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഭിന്ന അഭിപ്രായമാണ് ഉള്ളത്. മെയ്തൈ സമുദായത്തിന്റെ പട്ടികവർഗ പദവിക്കെതിരെയുള്ള ആവശ്യത്തിനെതിരെ മലയോര ജില്ലകളിൽ 2023 മെയ് മാസത്തിൽ നടന്ന ഗോത്ര ഐക്യദാർഢ്യ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും തുടർന്നുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 260 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതോടെയായിരുന്നു കലാപവും അക്രമങ്ങളും രൂക്ഷമായത്. ഏതായാലും മണിപ്പൂരിലെ 3 പ്രധാന സമുദായങ്ങളായ മെയ്തൈ, കുക്കി, നാഗ എന്നിവരുമായി സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തുന്ന വൈ ഖേംചന്ദ് സിംഗിന്റെ തെരഞ്ഞെടുപ്പിൽ അസ്വാഭാവികതയായിട്ട് ഒന്നുമില്ല എന്നും ഇനി വരുന്നത് നല്ല ദിവസങ്ങളാണ് എന്നും മണിപ്പൂരിൽ സമാധാനം ഉണ്ടാകുമെന്നും NDA യോഗത്തിൽ പങ്കെടുത്ത സ്വതന്ത്ര MLA സബം നിഷ്കാന്ത് അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുതന്നെയാണ് മണിപ്പൂരിലെ ജനങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.